Hello guys, welcome back to my channel. Let's play series ന്റെ സെക്കൻഡ് എപ്പിസോഡ് എല്ലാവർക്കും നോക്കും. സോ ഈ ലാസ്റ്റ് എപ്പിസോഡ് ബ്രീഡ് ഉണ്ടാക്കിയിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ അയൺഫാം ഉണ്ടാക്കാൻ പോകണേ. ഇവിടെയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കടലിൽ ഉണ്ടാക്കാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും മറ്റേ ബ്ലോക്ക് സ്പോൺ പ്രൂഫ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാണ് പിന്നെ കടലിൽ ഉണ്ടാക്കാൻ വെച്ചത്. കടലായിട്ട് പറയാൻ പറ്റില്ല. ഇവിടുന്ന് കുറച്ചടുത്ത് തന്നെയാണ് കാര്യമുള്ളത്. ബേസ് തൊട്ടടുത്തില്ല. പിന്നെ വില്ലേജിനെ കൊണ്ടുവരാൻ എളുപ്പമായിരിക്കും വെള്ളത്തിനടുത്ത്. ഓക്കെ, എന്തായാലും വീഡിയോ ആണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഞാൻ തന്നെ അങ്ങോട്ട് പോണേ. ചാനൽ കൂടെ ഉണ്ട്. അങ്ങനെ ബിൽഡ് ചെയ്തോളാം. സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, കോപ്പിൾ സ്റ്റോണൊക്കെ നമുക്ക് എഴുതി തരാം. പിന്നെ ഗ്ലാസ്. അയ്യോ, വെള്ളത്തിൽ പോയാ. അയ്യോ, ചാവ. ഇവന്മാരെ പ്രശ്നമില്ലല്ലോ. കുറച്ച് കോപ്പിൾ സ്റ്റോൺ, ഗ്ലാസ്, കോപ്പർ ടെസ്റ്റ്. ഓക്കെ, ഈ ചെസ്റ്റ് തന്നെ അങ്ങനെ ലൂട്ട് ചെസ്റ്റിലൊക്കെ ഫാമിന്റെ രണ്ട്. ഓക്കെ, ഒരു 6x6 പ്ലാറ്റ്ഫോം ഉണ്ടാകും. ഓക്കെ, ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഹോപ്പർ എടുക്കുക. ഹോപ്പർ, ഒരു ഹോപ്പർ. ഞാൻ ഒരു വോൾ ഉണ്ടാക്കാൻ പറഞ്ഞു. ഇല്ല, ക്രാഫ്റ്റിംഗ് ഉണ്ട്. കുറച്ച് വാള് വേണം. കുറച്ചല്ല, കുറച്ചധികം വേണം. ഒരു സ്റ്റാക്ക് മതിയാവും. നീ ഇതൊക്കെ വാളെടുക്ക. ഇവിടെ 1 2 4 ബ്ലോക്ക് ആയിട്ട് വീഴാം. പിന്നെ ഗ്ലാസ് വരും. 3 4. ഓക്കെ, ഇതുപോലെ നമ്മൾ ചെയ്യണം. ഞാൻ ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെ ഗ്ലാസും വോളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ ഒരു ലെയർ ബ്ലോക്ക് വെച്ചു. ഓക്കെ, ഇനി പാമ്പിൻ്റെ ഓർഗനൈസ്. ഇവിടെ നിന്ന് ഈ ബ്ലോക്ക് കൂടെ കൂട്ടിയിട്ട് 8 ബ്ലോക്ക് ആക്കണം. 1 2 3 4 5 6 7 8 ബ്ലോക്ക് വെച്ച്. ഇനി ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക. എന്നിട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങനെ 8 ബ്ലോക്ക് വെക്കും. 2 3 4 5 6 7 8 8ആയി. ഇനി ഇവിടെ നിന്ന് അങ്ങ് ജോയിൻ ചെയ്യണേ. ഒരു ബ്ലോക്ക് കൂടെ. അങ്ങനെ ജോയിൻ ചെയ്യണം. തിരിച്ചു പോയി. ഓക്കെ, പക്ഷെ ഇതുപോലെ 4 സെല്ലിംഗ് ആണ് ഞാൻ ചെയ്തിട്ട്. ഓക്കെ, ഞാൻ മൊത്തം പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടാകാം. കുറച്ച് സൈൻ ബോർഡ് എവിടെ സൈൻ ഗ്ലാസ് പൊട്ടിക്കണല്ലോ. ശരിയാ. ഓക്കെ, ഇനി ഇവിടെ ഒരു സൈൻ ബോർഡ് ഇവിടെ വെക്കണം. ഒരെണ്ണം ഇവിടെ. നമുക്ക് ലാഭ എടുത്ത് ഇവിടെ കഴിക്കാം. ഓക്കെ,
വെള്ളം റീച്ച് ആവുന്നില്ല. ഇതുവരെ വെള്ളം ഇവിടെ വയ്ക്കുക. അയ്യോ, സൈൻ ബോർഡല്ല, ഗ്ലാസ് വെക്കണം. ഞങ്ങൾക്ക് മോളിൽ അറിയാം. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ 4 സൈഡിലേക്കും പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ഇനി നമുക്ക് ഇവിടെ ചുറ്റും വോൾ വെക്കണം. ഇവിടേക്ക് നമ്മൾ അയൺ കോളേജ് സ്പോണാൻ പോകുന്നത്. ഈ 4 സൈഡിൽ സ്പോണാൻ വെച്ച് ഇതിന്റെ 4ന്റെ അടിയിലാണ് നമ്മൾ വില്ലേജിനെ സെറ്റ് ചെയ്യണം. ഇതുപോലെ 4 സൈഡിലേക്കും വോൾ വെക്കണം. ഓക്കെ, വോൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വെള്ളം ഒഴിക്കണം. ബക്കറ്റ് ഒഴിക്കുക, എടുക്കാം. ഇവിടെ ഫുള്ള് എല്ലാ ബ്ലോക്കിലേക്ക് ഒഴിക്കണേ. ഇവിടെ ഒഴിക്കുക, ഇവിടെ നിന്ന് എടുക്കുക, ഇവിടെ ഒഴിക്കുക. അപ്പൊ കറക്റ്റായിട്ട് അവിടെ വന്ന് എടുക്കും. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. കറക്റ്റാണ്. ഒരു ബക്കറ്റ് ഒഴിക്കുക. ഒരു ബക്കറ്റോടെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു വെള്ളം കൂടെ വെച്ചാൽ ബിൽഡിംഗ് ചേമ്പർ സെറ്റ്. അയ്യോ, ഇവിടെ ഓക്കെ. അപ്പൊ ഇവിടെയാണ് അയൺ കോളേജ് പോയിട്ട് ഇവിടെ ഒന്ന് വിളിച്ചാവും. അപ്പൊ അത്രയും സെറ്റായി. ഞങ്ങൾക്ക് വില്ലേജ് ഇടണം. വില്ലേജിന് ഇടാനുള്ളത് ചേമ്പർ ഉണ്ടാക്കാം. അത് നമ്മൾ ഇതിന്റെ അടിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ബോട്ട് എടുക്കണം. ഫസ്റ്റ് ബ്ലോക്ക് ഇതിന്റെ അടിയിൽ നിൽക്കാം. റീച്ച് ആവില്ല. 1 2 3 ഇതുപോലെ 4 സൈഡിലും ചെയ്യണം. ബോട്ട് തന്നെ വെക്കാൻ പറ്റുമോ? അങ്ങനെ കുറച്ചുകൂടെ എളുപ്പമായി. എന്നിട്ട് തമ്മിൽ ജോയിൻ ചെയ്യപ്പെടും. ഓക്കെ, ഇതുപോലെ 4 സൈഡിലും ചെയ്യണം. ഓക്കെ, സാധനം 4 സൈഡിലും വില്ലേജിനുള്ള ചേമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അവർക്കുള്ള വർക്ക് സ്റ്റേഷൻ വെച്ചോളൂ. ഒരു ഫ്ലക്ഷൻ ടേബിൾ വെക്കാം. പിന്നെ ഗ്ലാസ് പെയിനും കുറച്ച് വെക്കാം. കുറച്ചുകൂടെ ഉണ്ടാക്കാം. എത്ര വേണ്ട, അല്ലെങ്കിൽ ഗ്ലാസ് തന്നെ വെക്കാം. ഗ്ലാസ് ഉണ്ട് കുറച്ച്. ഗ്ലാസ് തന്നെ വെക്കാം. ഇതിന്റെ മുകളിൽ കയറണം. ഓക്കെ, 10 വർക്ക് സ്റ്റേഷൻ വെച്ചിട്ട് ടച്ചിങ് ടേബിള് വെച്ചാൽ മതിയാവും. 10 വെക്കണം. അങ്ങനെയല്ല. ഓക്കെ, ഇതുവരെ 10 4 സൈഡിലും വെക്കണേ. അത് കഴിഞ്ഞിട്ട് ഗ്ലാസ് എടുത്തിട്ട് ഇതിന് ചുറ്റും വെക്കണം. ഫുള്ള് വെക്കാം.
ഗ്ലാസ് ഫുള്ള് വെക്കണ്ടായിരുന്നു. എന്തായാലും വില്ലേജിനെ കാര്യം പൊളിക്കണം. ഓക്കെ, ഞാൻ അങ്ങനെ ഒരെണ്ണത്തിന് മാത്രം കുറച്ച് വില്ലേജിന് വേണം. 10 വില്ലേജിനായിട്ടുണ്ട്. ബാക്കിയുള്ള ചെയ്യണം. അതിന് മുമ്പ് ബെഡ് വെക്കാന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ പിന്നെ അവന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലിങ്ക് ആയിട്ട് അത് പ്രശ്നമാവും. അപ്പൊ ഇതുപോലെ ഇവിടെ ഫസ്റ്റ് 5x5 പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. എന്നിട്ട് ഇവിടെ 10 ബെഡ് വെക്കണം. 10 ബെഡ് വെക്കും. 5 ബെഡ് ഈ സൈഡിലും 5 ബെഡ് അപ്പർ സൈഡിൽ വെക്കണം. ഇത് വില്ലേജിന് എല്ലാവരും ഇട്ട് കഴിഞ്ഞിട്ടാണ് ബെഡ് വെക്കണതിന്റെ പണി കിട്ടേ. ഞാൻ ബ്രീഡ് ചെയ്യാന്ന് വിചാരിക്കണേ. ബാക്കി വില്ലേജ് ഇവന്മാർ ഞാൻ 2 പേരെ കൊണ്ടുവന്ന് ബ്രീഡ് ഒക്കെ ചെയ്തു. അപ്പൊ അതുപോലെ എല്ലാവരും വർഷത്തിൽ ബെഡൊക്കെ വെച്ചതിന് ശേഷം ബ്രീഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു സ്ഥലത്ത് 10 കൂടുതൽ വില്ലേജ് ബ്രീഡ് ആവും. പിന്നെ ഇപ്പുറത്ത് 10 പേരാവില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം വരും വരും. അതുകൊണ്ടിരുന്ന് ഞാൻ അതിനെ ഒരു സൈഡിൽ ചെത്തി. ഓക്കെ, നമുക്ക് ഇപ്പുറത്തെ സൈഡിന് കൂടെ കുറച്ച് ബെഡ് വെക്കണം. 1 2 കുറച്ചുകൂടെ അടുത്തേക്ക് പോവാം. ഒന്ന് ഞാൻ പാടാ. ഇത് കറക്റ്റാ. 4. ഓക്കെ, 10 ബെഡ് വെച്ചു. 10 ബെഡ്, 10 വില്ലേജ്, 10 വർക്ക് സ്റ്റേഷൻ, എല്ലാം സെറ്റ്. ഇനിയൊക്കെ വേണമെങ്കിൽ ബ്ലോക്ക് എടുത്ത് കളയാം, ആവശ്യമില്ല. അതൊക്കെ എടുത്ത് കളയാം. ഓക്കെ, ഞാൻ തന്നെ ബാക്കി ഇവിടെ 3 സൈഡ് ഉണ്ട്. അവിടെ കൂടെ ഞാൻ വില്ലേജിന് വെച്ചിട്ട് കാണിച്ചിടാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഗോലൊക്കെ സ്പോൺ ആയി തുടങ്ങി. ഇവിടെ അത്യാവശ്യം അയണൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ 4 സൈഡിലേക്കും വില്ലേജിനെ സെറ്റ് ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ്. അത് കുറെ നേരം എടുത്തേ. ഫസ്റ്റ് ഞാൻ വിചാരിച്ച് ബ്രീഡുകൾ കുറെ നേരം ഇറക്കിയിട്ട് എല്ലാവരും അങ്ങോട്ട് കൊണ്ടുവരാൻ വിചാരിച്ചു. പിന്നെ അത് കുറെ നേരം ഇട്ടുകൊണ്ട് ഞാൻ 2 വെച്ച് എല്ലായിടത്തും കൊണ്ടുവന്നു. അണ്ടങ്ങ് ബ്രീഡ് ചെയ്തിട്ട് ഗൈസ്. ഭാഗ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ആവണ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ ഒരു സൈഡ് ബ്രീഡ് ചെയ്ത് ഫുള്ള് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡിൽ ബെഡ് വെച്ചത്. അതുകൊണ്ട് ആ പ്രശ്നം വന്നില്ല. എന്തായാലും ഇത് കഴിഞ്ഞിട്ടുണ്ട്. കുറെ നേരം എടുത്ത് ഗൈസ്. ഇനി എന്തായാലും ഞാൻ അവിടെ കുറച്ച് ഇട്ടിട്ടെ അടുത്ത എപ്പിസോഡിൽ ട്രെയിനിങ് ഹാൾ സെറ്റ് ചെയ്യാം. പക്ഷെ അതല്ല മെയിൻ പ്രശ്നം. ഞാൻ ഇപ്പൊ എന്റെ ഫീഡ് എവിടെയാന്ന് മറന്നുപോയി. ഏതോ ഒരു ഡയറക്ഷനിലായിരുന്നു ബേസ്. തോന്നി ഈ ഡയറക്ഷൻ എനിക്ക് കൺഫ്യൂഷൻ ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഇങ്ങടാന്ന് തോന്നുന്നു. പോയി നോട്ടെ. ഇവിടെ എവിടെയായിരുന്നു, കൊറേ കരയുള്ള ഭാഗത്തേക്കായിരുന്നു വില്ലേജ് ഉണ്ടായിരുന്നത്. ഇവിടെ തന്നെ കിട്ടി. പിന്നെ ഇത് വെള്ളത്തിലുണ്ടാക്കിയോണ്ട് വില്ലേജിനെ കൊണ്ടുവരാൻ ഭയങ്കര എളുപ്പമായിരുന്നു. കുറച്ച് ടൈം എടുത്തുള്ളൂ, വലിയ പണി ഉണ്ടായിരുന്നില്ല. ബോട്ടിൽ കയറ്റുക, അങ്ങ് കൊണ്ടുപോവാ. കുറച്ച് ദൂരം കരയക്കൂടെ കൊണ്ടുപോകണമെന്നുണ്ടോ. അപ്പം പിന്നെ ബാക്കി വെള്ളത്തിൽ കൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട്. പിന്നെ അതിന് മുകളിൽ കയറ്റാനാണ് പാട്. ഞാനും ഇവിടെ ലൈക്ക് സബ്സ്ക്രൈബേഴ്സ് അടുത്തൊരു വീട്ടിൽ കാണാം. ആൻഡ് ദിസ് ഈസ് എസ് കെ സൈനിങ് ഔട്ട്.